അടുത്തത് ഇടവക്കൂറാണ്, ടോറസ്. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിൻ്റെ ആദ്യത്തെ 2 പാദവും ചേർന്നതാണ് ടോറസ്. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച ലഗ്നത്തിൽ ആണ് സൂര്യനും ബുധനും. അത് വ്യക്തിത്വത്തിൽ കുറച്ച് ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത് അംഗീകരിക്കുക, ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ജോലി അഥവാ പ്രൊഫഷൻ, ഇതിൽ നമ്മുടെ ഒരു പദവിയിലേക്കൊക്കെ എത്താനും ഇത് സഹായിക്കുന്നതാണ്. ജോലിയിലും മറ്റുമൊക്കെ ആണെങ്കിൽ അധികാരികളുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൂടുതലുണ്ടാകും. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ചില ദൂഷ്യങ്ങളും മറ്റുള്ളവരുമായിട്ട്, അതായത് സബോർഡിനേറ്റ്സ്, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ആയിട്ട് കുറച്ചുള്ള സംഘർഷങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചില ഇടിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട്, ധനപരമായിട്ട് അനുകൂലം തന്നെയാണ്. ബുധനാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളുമൊക്കെ ലാഭകരമായിട്ട് വരാവുന്നതാണ്. എന്നാൽ ഈ മിഥുനത്തിലേക്ക് 2ാം ഭാവപതി 3ലേക്ക് പോയി എന്നുള്ളതുകൊണ്ട് അനാവശ്യ ചിലവുകൾ ഉണ്ടാകും. ആഡംബരത്തിനും മറ്റും ഒക്കെ വേണ്ടിയിട്ടുള്ള ചിലവുകളും ഒക്കെ താൻ അറിയാതെ ചെയ്തു പോകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിലും തൻ്റെ വാക്കിന് പ്രാധാന്യം കൽപ്പിക്കും. കുടുംബത്തിലുള്ള മറ്റ് കുട്ടികൾ, ഭാര്യ, അച്ഛനമ്മമാർ അല്ലെങ്കിൽ ബന്ധുക്കൾ, ഇവരൊക്കെ കൂടുതൽ നമ്മുടെ പ്രാധാന്യം കൂടുതൽ അംഗീകരിക്കുന്നതായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് കുടുംബത്തിൽ സ്വച്ഛതയും സമാധാനപരമായിട്ട് വർദ്ധിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരാവുന്നത് നെഞ്ച്, കണ്ഠം, അതായത് കഴുത്ത്, ശബ്ദം, ഇതൊക്കെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. ഇവരെ വെള്ളിയാഴ്ച ദിവസം ഭഗവതിയെ പൂജിക്കുക, അല്ലെങ്കിൽ മഹാലക്ഷ്മി സ്തവം ജപിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്.